നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പിണറായി സർക്കാരിന്റെ കിഫ്ബി നിയമനങ്ങളിൽ സമഗ്ര പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ. പുനർനിയമനങ്ങൾ റദ്ദാക്കും. മാസപ്പടി കേസിൽ ഇഡിക്കും CMRലും നാളെ നിർണായകം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് CMR. തെളിവുകൾ മുദ്രവച്ച കവറിൽ ഇഡി കോടതിയിൽ ഹാജരാക്കും. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ. വിജ്ഞാപനം ഉടനിറക്കും. നടപടി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച്. സർക്കാരിൽ വിശ്വാസമെന്നും ഗൂഢാലോചന അടക്കം പുറത്തുവരാനുണ്ടെന്നും നവീന്റെ കുടുംബം. രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച മുതൽ കാലവർഷത്തിന് സാധ്യത. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. സൃഷ്ടിയുടെ സൗന്ദര്യം വൈവിധ്യത്തിലാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഭക്തിസാന്ദ്രമായി കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം. അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തജനപ്രവാഹം. ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം നാളെ സമാപിക്കും. UAEയിൽ നാളെ മുതൽ പുതിയ ഭരണ നിയമ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ. സ്വകാര്യ മേഖലയിലെ വേതന സംരക്ഷണ സംവിധാനത്തിലും പുതിയ ചട്ടങ്ങൾ നിലവിൽ വരും. പൊതുസുരക്ഷാ മാനദണ്ഡങ്ങളും ശക്തമാക്കി. നിയമലംഘനങ്ങൾക്ക് കർശന ശിക്ഷ. പിണറായി സർക്കാരിന്റെ കിഫ്ബി നിയമനങ്ങളിൽ സമഗ്ര പരിശോധനയ്ക്ക് സർക്കാർ. പുനർനിയമനങ്ങൾ റദ്ദാക്കും. 400 കരാർ ജീവനക്കാരിൽ 50ഓളം പേർക്ക് 1 ലക്ഷത്തിലധികം ശമ്പളമെന്നാണ് കണ്ടെത്തൽ. അതേസമയം ചിലർ കിഫ്ബിയിൽ നിന്നും കിഫ്കോണിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം ജീവനക്കാരെ മാത്രം നിലനിർത്തും. ഇതുവരെ സ്വതന്ത്ര സാമ്രാജ്യമായിട്ടായിരുന്നു കിഫ്ബിയുടെ പ്രവർത്തനം. എന്നാൽ ഇനി അങ്ങനെയാവില്ല. സർക്കാരിന് കൃത്യമായ മേൽനോട്ടമുണ്ടാകും. ധനവകുപ്പിന്റെ നിയന്ത്രണത്തിലാകും നടപടികൾ. വരുമാനമില്ലാത്ത നിർമ്മാണ പദ്ധതികൾ ഏറ്റെടുക്കില്ല. ടോൾ പിരിക്കാൻ കഴിയുന്ന റോഡ്, പാലം, വരുമാനമുള്ള കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മാത്രം അനുവാദം നൽകും. മുഖ്യമന്ത്രി അധ്യക്ഷത ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. ജീവനക്കാർക്ക് നൽകിയിരുന്നത് വൻ അലവൻസ് ആണ്. കിഫ്ബി നേരിട്ട് നിയമിച്ചത് 400 കരാർ ജീവനക്കാരെയാണ്. 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങുന്നത് 50ലധികം പേരാണ്. ടെക്നിക്കൽ റിസോഴ്സ് സെന്ററിൽ 180 പേരുണ്ട്. ഇതിൽ അത്യാവശ്യം ജീവനക്കാരെ മാത്രം നിലനിർത്താനാണ് തീരുമാനം. കിഫ്ബിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിദഗ്ധ സമിതി പരിശോധിക്കും. പ്രവർത്തനങ്ങൾ എങ്ങനെ മാറ്റം വരുത്തണമെന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കും. ഇത് സംബന്ധിച്ച ധവളപത്രവും ഇറക്കും. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ബാധ്യതകളും പരിശോധിക്കും. അടുത്ത 5 വർഷം 16,600 കോടിയാണ് കിഫ്ബി കടം തിരിച്ചടയ്ക്കേണ്ടത്. 3000 കോടിയിലധികമാണ് കിഫ്ബിക്ക് മോട്ടോർ വാഹന നികുതി വിഹിതമായി സർക്കാർ നൽകിയത്. കിഫ്ബി നിർത്തലാക്കില്ല. പക്ഷേ 10 വർഷം പ്രവർത്തിച്ചതുപോലെ സ്വതന്ത്രമായി വിടില്ല എന്ന് ഉറപ്പ്. സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലേക്ക് കിഫ്ബി ധനസമാഹരണം മാറുന്നതിൽ UDF സർക്കാരിന് യോജിപ്പില്ല. കിഫ്ബി കടം സംസ്ഥാന സർക്കാരിന് ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്. അതേസമയം കിഫ്ബിയുടെ പണമെടുത്ത് പിണറായി സർക്കാരിൻ്റെ പരസ്യത്തിന് ഉപയോഗിച്ചതിൽ UDF കടുത്ത വിമർശനവും ഉന്നയിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇഡിയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കരിമണൽ കമ്പനിയായ CMRൽ സമർപ്പിച്ച ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ കടുത്ത നിയമ പോരാട്ടത്തിനാണ് ഇഡിയും CMRലും ഒരുങ്ങുന്നത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് സമാന്തര അന്വേഷണമാണ് എന്നാരോപിച്ചാണ് CMRൽ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. SFIO അന്വേഷണത്തിൽ കുറ്റകൃത്യമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും SFIO അന്വേഷണം പൂർണ്ണമാണെന്നും CMRൽ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇഡിക്ക് സമാന്തരമായി അന്വേഷണം നടത്താൻ യാതൊരുവിധ അർഹതയോ അധികാരമോ ഇല്ലെന്നാണ് CMRലിന്റെ വാദം. CMRലും എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ കള്ളപ്പണ ഇടപാടൊന്നും നടന്നിട്ടില്ലെന്ന് SFIO അന്വേഷണത്തിൽ വ്യക്തമാണെന്ന് CMRൽ പറയുന്നു. അതുകൊണ്ട് തന്നെ കേസ് PMLA ആക്ടിന് കീഴിൽ വരുന്നതല്ലെന്നും ഇഡി ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷണം നടത്തുന്നതാണെന്നുമാണ് CMRൽ പറയുന്നത്. ഇഡി അന്വേഷണം അടിയന്തരമായി തടയണമെന്നാണ് അപ്പീലിലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതേ ആവശ്യമുന്നയിച്ച് സിംഗിൾ ബെഞ്ചിൽ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇഡിക്ക് അന്വേഷണം തുടരാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇടപാടിൽ ദുരൂഹതയുള്ളതുകൊണ്ട് തന്നെ ഇഡിയുടെ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. ഇതേ തുടർന്നാണ് CMRൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. കള്ളപ്പണ ഇടപാടുകൾ നടന്നതിന് തെളിവുണ്ടെന്നാണ് ഇഡി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത്. റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളും ചോദ്യം ചെയ്ത മൊഴികളും മുദ്രവച്ച കവറിൽ ഇഡി ഹൈക്കോടതിയിൽ ഹാജരാക്കിയേക്കും.
നാളെ ഹർജി പരിഗണിക്കുമ്പോൾ ഇഡിയുടെ വാദം കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, കൊച്ചി. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സംസ്ഥാന സർക്കാർ CBIക്ക് വിടുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം വൈകാതെ ഉണ്ടാകും. നവീൻ ബാബുവിൻ്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിർണായക തീരുമാനം. മുൻ LDF സർക്കാർ CBI അന്വേഷണത്തെ ശക്തമായി എതിർത്തിരുന്ന സ്ഥാനത്താണ് പുതിയ സർക്കാർ കേസ് CBIക്ക് വിടുന്നത്. അന്വേഷണത്തോടൊപ്പം നവീന്റെ മൂത്ത മകൾക്ക് ആശ്രിത നിയമനം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരിട്ട് കണ്ട് സംസാരിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന് ആശ്വാസമേകുന്ന നടപടിയുണ്ടായത്. ഇത്രയും പെട്ടെന്ന് നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും മുഖ്യമന്ത്രി നൽകിയ വാക്കുപാലിച്ചതിൽ സന്തോഷവും ആശ്വാസവും ഉണ്ടെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. അതെ, വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ലാത്ത കുറ്റമറ്റ അന്വേഷണം വേണമെന്നതിനാലാണ് CBI ആവശ്യപ്പെട്ടതെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു. തങ്ങൾ ഉന്നയിച്ച 30-ലേറെ സംശയങ്ങൾ CBI അന്വേഷിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാ പോരായ്മകളും കണ്ടെത്തി CBI നല്ല രീതിയിൽ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും പ്രവീൺ പറഞ്ഞു. ഒരു താല്പര്യങ്ങളില്ലാത്തൊരു സർക്കാരും അല്ലെങ്കിൽ അന്വേഷണ സംഘമാണ് ഇതിനകത്ത് വേണ്ടത്. ആരോടും പാർഷ്യലാവരുത്, ഇമ്പാർഷ്യലായിരിക്കണം. വളരെ നീതിയുക്തമായിട്ട് അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും നമുക്കും അത് ആവശ്യമാണ്. എല്ലാ മരണകാരണം ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് തുടക്കം തൊട്ട്. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധി വരണം. ശരിയായ റിസൾട്ട് ഞങ്ങൾക്ക് വേണം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും സർക്കാരും പാർട്ടിയും കുടുംബത്തിനൊപ്പമാണെന്നും റാന്നി MLA പഴകുളം മധുവും വ്യക്തമാക്കി. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ജയരാജൻ CBI അന്വേഷണത്തെ എതിർക്കുന്നതെന്നും ഇനിയൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ഈ ഗതി വരാൻ പാടില്ലെന്നും MLA കൂട്ടിച്ചേർത്തു. ജയരാജന് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് വടിയിൽ ഭയക്കേണ്ടി വരുന്നത്. നവീൻ ബാബുവിന് നീതി ലഭിക്കും. ഇനി ഒരു കാരണവശാലും കേരളത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇതേപോലൊരു ഗതി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത UDF സർക്കാർ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട നവീന്റെ കുടുംബം ദീർഘനാളായി രംഗത്തുണ്ടായിരുന്നെങ്കിലും മുൻ സർക്കാർ ഇതിനെ കോടതിയിലടക്കം ശക്തമായി എതിർക്കുകയായിരുന്നു. CBI അന്വേഷണം എത്തുന്നതോടെ കേസിൽ നീതി ലഭിക്കുമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം കരുതുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം കോടതി നേരത്തെ തള്ളിയതാണെന്ന് MV ജയരാജൻ. ഏത് അന്വേഷണവും നടന്നാലും നീതിപൂർവമായിരിക്കണം, രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി മാറരുത്. കുറ്റാരോപിതർക്കും നിയമപരമായി നീങ്ങാൻ അവകാശമുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കോടതിക്കുമാണ് ഉത്തരവിലൂടെ ഒരു കേസ് CBI അന്വേഷണത്തിന് വിടാനുള്ള അധികാരമുള്ളത്. അന്വേഷണം നീതിപൂർവമായിരിക്കണം, രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി മാറാൻ പാടില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. കേസിന്റെ അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രി ഇടപെടില്ല എന്നും അന്വേഷണം ഉദ്യോഗസ്ഥർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അല്ല, അത് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. നിയമത്തിൻ്റെ വഴിക്ക് പോകും. നമ്മളതിനകത്ത് ഇത്തരം അന്വേഷണങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. ആഭ്യന്തരമന്ത്രി ഇടപെടുന്നത് ശരിയുമല്ല. കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP അവരുടെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ്റെ മരണത്തിൽ കുറ്റം സംബന്ധിച്ച് അമ്മയുടെ പങ്കാളി അഷ്കറിന്റെ ക്രൂരമായ മർദ്ദനത്തിലാണ് കുട്ടി മരിച്ചത്. അഷ്കർ താമസിച്ച വീട്ടിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. അഷ്കറിന് നേരെ ഉണ്ടായ നാട്ടുകാരുടെ രോക്ഷപ്രകടനം സ്ഥലത്ത് നേരിയ സംഘർഷത്തിന് കാരണമായി. 1.5 വയസ്സുകാരനെ താൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായാണ് കുട്ടിയുടെ അമ്മ അഖിലയുടെ പങ്കാളി അഷ്കർ പോലീസിനോട് സമ്മതിച്ചത്. മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവത്തിലാണ് കുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 51ഓളം മുറിവുകൾ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ജനനേന്ദ്രിയത്തിലും മുറിവുകളുണ്ട്. കുട്ടിയുടെ മരണത്തിൽ അമ്മയ്ക്ക് പങ്കുള്ളതിനാൽ അഖിലയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കുറ്റസമ്മതത്തെ തുടർന്ന് അഷ്കറിനെ കുട്ടിയുമായി താമസിച്ച വാടക വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനായി എത്തിക്കവേ നാട്ടുകാരുടെ രൂക്ഷമായ രോഷപ്രകടനമാണ് ഉണ്ടായത്. ഏറെ പണിപ്പെട്ട
പിന്നീടാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയത്. അഷ്കറിനെതിരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6ഓളം കേസുകളുള്ളതായി നാട്ടുകാർ പറയുന്നു. കുട്ടിയെ ഇതിനു മുമ്പ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഇവന്റെ അളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ആദ്യ ഭാര്യ ഇവൻ നിയമപരമായിട്ട് ഒരു വിവാഹം ചെയ്തിട്ടുണ്ട് പാലോടെന്ന്. ആ കുട്ടിയെ ആറ്റുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടിട്ട് നിരന്തരമായി ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. നിലവിൽ 5ഓളം കേസുകൾ ഇവന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇരുവർക്കും ജാമ്യം ലഭിക്കാത്ത രീതിയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്നിവിടെ ഈ നാട്ടുകാർ ലോഷാകുലരായത് ഒരിക്കലും ആരെയും തെറ്റു പറയാൻ പറ്റൂല. 4 3 മാസം കഴിഞ്ഞ് ഇവനൊക്കെ ജാമ്യത്തിൽ ഇറങ്ങും. വീണ്ടും ഒരു കുട്ടിക്ക് ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്. കുട്ടിയെ വിട്ടു നൽകാൻ തയ്യാറാകാത്തതിൽ അഷ്കറിന്റെയും അഖിലയുടെയും ഡാൻസ് ടീച്ചറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് കുഞ്ഞിന്റെ പിതാവ് അഖിലിന്റെ അച്ഛനും ആവശ്യപ്പെട്ടു. ഈ അസ്കറും ഈ അനു ടീച്ചറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. ഈ അനു ടീച്ചർ ഇതേവരെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് എന്നെ ഒരു ഫോൺ കോൾ പോലും എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണെന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇവരെ വിളിച്ചത് കൊണ്ടുവരണം. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ടിനി ടോം സാമൂഹിക വിപത്തെന്ന് അൻസിബ ഹസൻ. തന്നോട് മാത്രമല്ല ടിനി ടോം തെറ്റ് ചെയ്തത് സമൂഹത്തിനോട് കൂടിയാണ്. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം. ടിനിക്കെതിരായ പരാതിയുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും അൻസിബ വ്യക്തമാക്കി. നടി ലക്ഷ്മി പ്രിയയ്ക്കും തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SIക്കും എതിരായ പരാതിയിൽ SP മുമ്പിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴായിരുന്നു അൻസിബയുടെ പ്രതികരണം. നാളെ 11 മണിക്ക് ലക്ഷ്മി പ്രിയയോട് ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കും. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 2 മാസം നീണ്ട വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പാഠം 1 പുതുയുഗ വിദ്യാലയം എന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പുത്തനുടുപ്പ്, ബാഗ്, വർണ്ണക്കുടകൾ, അറിവിൻ്റെയും അക്ഷരങ്ങളുടെയും ലോകത്തേക്ക് പടികടന്നെത്തുകയാണ് കുരുന്നുകൾ. അവരെ വരവേൽക്കാൻ തയ്യാറാക്കുന്നത് വർണ്ണാഭമായ പ്രവേശനോത്സവം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ ഗതാഗത മന്ത്രി CP ജോൺ, ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. റഫീഖ് അഹമ്മദ് രചിച്ച സ്വാഗതഗാനം ശ്രദ്ധേയമാകും. അറിവിന്റെ ലോകത്തേക്ക് എത്തുന്നവർക്ക് സമ്മാനങ്ങളും ഇവിടെ തയ്യാറാണ്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജില്ലാ ബ്ലോക്ക് തലങ്ങളിലും പ്രവേശനോത്സവം നടക്കും. 31 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി സ്കൂളുകളിലേക്ക് എത്തുന്നത്. 1ാം ക്ലാസ്സിലേക്ക് 2 ലക്ഷത്തോളം കുരുന്നുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പഠന സമയക്രമീകരണം തന്നെ ഈ അധ്യയന വർഷവും തുടരും. പ്രവേശനോത്സവ ദിനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നെടുക്കുന്ന സൈബർ സുരക്ഷാ പ്രതിജ്ഞയാണ് ഇത്തവണത്തെ മറ്റൊരാകർഷണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പരിഷ്കരിച്ച +1 പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് നൽകേണ്ട പരിശീലനം വൈകിയതിലും ഓൺലൈൻ ആക്കിയതിലും പരാതിയുമായി അധ്യാപക സംഘടനകൾ രംഗത്ത്. അധ്യാപകർക്ക് നൽകുന്ന ട്രെയിനിങ് CRT നിസ്സാരവൽക്കരിച്ചു എന്നാണ് പരാതി. ജൂൺ 2-നാണ് നിലവിൽ ഓൺലൈൻ പരിശീലനം ഒരുക്കിയിരിക്കുന്നത്. UAE-യിൽ ജൂൺ 1 മുതൽ ജനജീവിതത്തെയും സാമ്പത്തിക മേഖലയെയും നേരിട്ട് സ്വാധീനിക്കുന്ന 5 പുതിയ നിയമങ്ങളും ഭരണപരിഷ്കാരങ്ങളും പ്രാബല്യത്തിൽ വരും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം പൗരന്മാരുടെ നിയമപരമായ പ്രായപൂർത്തി 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ചതാണ്. ഇതോടെ 18 വയസ്സ് പൂർത്തിയായവർക്ക് സിവിൽ കാര്യങ്ങളിൽ സ്വതന്ത്രമായ കരാറുകളിൽ ഏർപ്പെടുവാനും സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാനും ബിസിനസ് ആരംഭിക്കുവാനും സാധിക്കും. സ്വകാര്യ മേഖലയിലെ വേതന സംരക്ഷണ സംവിധാനത്തിലും പുതിയ ചട്ടങ്ങൾ നിലവിൽ വരും. തൊഴിലുടമകൾ ശമ്പളം നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകേണ്ടതും വേതന വിതരണം സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതുമാണ് പുതിയ വ്യവസ്ഥകൾ.
ദുബായിൽ പൊതുസുരക്ഷാ മാനദണ്ഡങ്ങളും ശക്തമാക്കുകയാണ്. പൊതുസ്ഥലങ്ങൾ, വാണിജ്യ കെട്ടിടങ്ങൾ, ഈവന്റ് വേദികൾ എന്നിവയ്ക്കായി കൂടുതൽ കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും. നിയമലംഘനങ്ങൾക്ക് ഉയർന്ന പിഴയും മറ്റ് നടപടികളും നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കരാറുകൾ, നഷ്ടപരിഹാരം, സ്വത്ത് കൈകാര്യം ചെയ്യൽ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ വ്യക്തത ഉറപ്പാക്കുന്ന പുതിയ സിവിൽ ട്രാൻസാക്ഷൻസ് നിയമവും പ്രാബല്യത്തിൽ വരും. ഇത് നിക്ഷേപകർക്കും ബിസിനസ്സുകാർക്കും കൂടുതൽ നിയമപരമായ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ നിയമം കൊണ്ടുവന്നേക്കും. കുവൈറ്റിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയങ്ങളിൽ ബൈക്കുകൾ വഴി ഡെലിവറി സേവനങ്ങൾ നടത്തുന്നതിന് വിലക്ക്. നാളെ മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് മറ്റ് തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾക്ക് മാനവശേഷി സമിതി അധികൃതർ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കടുത്ത ചൂടും പ്രതികൂല കാലാവസ്ഥയും മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പൂർണ്ണ സമാപനം. ടെൻറ്റുകളുടെ നഗരമായ മിനയോട് വിട പറഞ്ഞ് വിടവാങ്ങൽ തവാഫും പൂർത്തിയാക്കി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചെങ്കിലും പൂർണ്ണമായും ഇന്ത്യൻ തീർത്ഥാടകർ മടങ്ങുന്നതുവരെ സേവനരംഗത്ത് സജീവമായി തുടരുകയാണ് മലയാളി സന്നദ്ധ പ്രവർത്തകർ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തിയായി. മദീന സന്ദർശനം ബാക്കിയുള്ള തീർത്ഥാടകർ പ്രവാചക നഗരിയിലേക്ക് നീങ്ങുമ്പോൾ മറ്റുള്ളവർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. 17 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിച്ചത്. സുരക്ഷയും ആരോഗ്യ സംവിധാനങ്ങളും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് സൗദി ഗവൺമെന്റ് ഒരുക്കിയിരുന്നത്. ഇന്ത്യയിൽ നിന്ന് 1.25 ലക്ഷത്തോളം ഹാജിമാരാണ് ഇത്തവണ എത്തിയത്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പുറമെ പതിവ് പോലെ മലയാളികളുടെ സന്നദ്ധ സംഘടനകളും സേവന രംഗത്ത് മാതൃകയായി. KMCC, OICC, നവോദയ, ICF, വികായ, തനിമ തുടങ്ങിയ സംഘടനകളുടെ വോളണ്ടിയർമാർ മദീനയിലും മക്കയിലും മിനായിലും സജീവമായിരുന്നു. കുഞ്ഞി മുഹമ്മദ് കാക്കിയ. അവസാനത്തെ ഹജ്ജും ഈ പുണ്യഭൂമി വിട്ടുപിരിയുന്നതുവരെ KMCCയുടെ വനിതാ വിംഗ് അടക്കമുള്ള പ്രിയപ്പെട്ട ചെറിയ മക്കളടക്കമുള്ള വോളണ്ടിയർ സംഘം 24 മണിക്കൂറും ഹാജിമാരുടെ സേവന രംഗത്ത് തയ്യാറായി പ്രവർത്തിച്ചു. ഇത്തവണ വോളണ്ടിയർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ലഭ്യമായ പെർമിറ്റുകളുമായി എത്തിയവർ മികച്ച രീതിയിൽ സേവനം കാഴ്ചവെച്ചു. KMCC വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന കഞ്ഞി വിതരണം ഇത്തവണത്തെ പ്രധാന സവിശേഷതയായിരുന്നു. ഹാജിമാരുടെ ആദ്യ വിമാനം എത്തിയതു മുതൽ അവസാന വിമാനം തിരിച്ചു പോകുന്നതുവരെ നീളുന്നതാണ് ഈ മലയാളി കൂട്ടായ്മകളുടെ സേവനം. ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ വഴിതെറ്റുന്നവരെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കുക, ജംറയിലെ കല്ലേറ് കർമ്മങ്ങൾക്ക് സഹായിക്കുക, വീൽ ചെയർ സഹായം ഉറപ്പാക്കുക എന്നിങ്ങനെ നീളുന്നു വോളണ്ടിയർമാരുടെ കാരുണ്യഹസ്തങ്ങൾ. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. വിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ തീർത്ഥാടകർക്ക് ദുബായ് വിമാനത്താവളത്തിൽ വരവേൽപ്പ് നൽകി ദുബായ് GDRFA. പാസ്പോർട്ടുകളിൽ തീർത്ഥാടകരുടെ തിരിച്ചുവരവിനെ UAE സ്വാഗതം ചെയ്യുന്നു എന്ന സന്ദേശമുള്ള പ്രത്യേക സീൽ പതിപ്പിച്ചുകൊണ്ടാണ് എയർപോർട്ട് അധികൃതർ തീർത്ഥാടകരെ സ്വീകരിച്ചത്. ദുബായ് വിമാനത്താവളങ്ങളിൽ തീർത്ഥാടകർക്കായി പ്രത്യേക കൗണ്ടറുകളും ലൈനുകളും അധികൃതർ ഒരുക്കിയിരുന്നു. പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെയും വിവിധ വിഭാഗങ്ങളുടെയും ഏകോപനത്തോടെ പ്രവേശന നടപടികൾ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കി. UAEയിൽ ജൂൺ മാസത്തേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചു. മെയ് മാസത്തിലെ നിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പെട്രോൾ എല്ലാ ഇനങ്ങളിലും ലിറ്ററിന് 28 മുതൽ 29 ഫീൽസ് വരെ വർധനവുണ്ട്. എന്നാൽ ഡീസലിൻ്റെ വിലയിൽ ലിറ്ററിന് 36 ഫീൽസ് കുറവുണ്ട്. രാജ്യത്ത് തുടർച്ചയായ 4-ാം മാസമാണ് പെട്രോൾ വില വർദ്ധിക്കുന്നത്. ഇത് സാധാരണക്കാരായ വാഹന യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാകും. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ആഭ്യന്തര വിപണിയിലും പ്രകടമായിരിക്കുന്നത്. പുതിയ നിരക്കുകൾ പ്രകാരം സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.95 ദിർഹം, സ്പെഷ്യൽ 95 പെട്രോളിന് 3.83 ദിർഹം, E+91 പെട്രോളിന് 3.76 ദിർഹം എന്നിങ്ങനെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ചു വരുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ 3-ാം ഘട്ടം സമാപിച്ചു. മെട്രോ മെഡിക്കൽ കെയറിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർക്ക് പ്രയോജനപ്പെട്ടു.
മെഹബുള്ള മെട്രോ മെഡിക്കൽ സൂപ്പർ ക്ലിനിക്കിൽ നടന്ന ക്യാമ്പ് ഫോക്ക് പ്രസിഡന്റ് എൽദോ കുര്യക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഫോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് ഹെഡ് ബഷീർ ബാത്ത, ഫോക്ക് ട്രഷറർ സൂരജ് കെ വി, രക്ഷാധികാരി അനിൽ കെളോത്ത്, ചാരിറ്റി സെക്രട്ടറി സജിൽ പി കെ, അഡ്മിൻ സെക്രട്ടറി മഹേഷ് കുമാർ, മെമ്പർഷിപ്പ് സെക്രട്ടറി ദയാനന്ദൻ, വനിതാവേദി ജനറൽ കൺവീനർ അമ്പിളി ബിജു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഫഹൽ സോൺ മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ശ്രീജിത്ത് MK നന്ദി രേഖപ്പെടുത്തി. സാധാരണ ജനറൽ മെഡിസിൻ വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഡെന്റൽ, ENT, ഒപ്താൽമോളജി, പീഡിയാട്രിക്, ഗൈനക്കോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം കൂടി ഉൾപ്പെടുത്തിയത് പങ്കെടുത്തവർക്ക് ഏറെ സഹായകമായി. സാൽമിയ, അബാസിയ, മെഹബുള്ള എന്നീ 3 ഏരിയകളിൽ നിന്നും മെട്രോ ക്ലിനിക്കിൽ നടത്തിയ 3 മെഡിക്കൽ ക്യാമ്പുകളിലായി 1000-ഓളം പ്രവാസി സുഹൃത്തുക്കൾക്ക് സേവനം ഉപയോഗപ്പെടുത്താൻ സഹായിച്ച മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അംസ പയ്യന്നൂർ, കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് ഹെഡ് ബഷീർ ബാത്ത, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ പ്രിയേഷ്, ഓപ്പറേഷൻ മാനേജർ ശ്രീമതി ജിഷ വർഗീസ്, ബ്രാഞ്ച് മാനേജർമാരായ ശ്രീമതി ടി സാബു, ശ്രീമതി അഖില, ശ്രീമതി ടിനു, ഒപ്പം മെട്രോ മെഡിക്കൽ ടീമിലെ മുഴുവൻ ജീവനക്കാരോടും ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ നന്ദി രേഖപ്പെടുത്തി. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിലെ ജലീബ് അൽ ഷൂഖ് പ്രദേശത്തെ ഒരു വീട്ടിൽ ചൂതാട്ടം നടത്തിയ ഏഷ്യക്കാരായ 20 പ്രവാസികൾ പിടിയിലായി. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ നാടുകടത്തൽ നടപടികൾക്കായി കൈമാറി. പ്രതികളെ വിരലടയാളം എടുത്തതിന് ശേഷം സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കും. ഈ നടപടിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കിനി കുവൈറ്റിലേക്കോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കോ പ്രവേശനം അനുവദിക്കില്ല എന്നും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. സൃഷ്ടിയുടെ സൗന്ദര്യം നാനാത്വത്വത്തിലാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കോഴിക്കോടിനെ ഭക്തിസാന്ദ്രമാക്കി ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം തുടരുകയാണ്. അമ്മയുടെ ദർശന പുണ്യത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പാദസ്പർശത്താൽ ആത്മീയ നിർവൃതിയിലാണ് കോഴിക്കോടിന്റെ മണ്ണ്. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനെത്തിയ അമ്മയെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പൗരപ്രമുഖർ സ്വീകരിച്ചത്. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലൻ, MLA-മാരായ K ജയന്ത്, പ്രവീൺ കുമാർ എന്നിവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു വരവേറ്റു. അമ്മയുടെ കാരുണ്യഹസ്തത്താൽ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വസ്ത്രവിതരണവും വേദിയിൽ നടന്നു. കോഴിക്കോട് അമൃതാനന്ദമയി മഠം പുറത്തിറക്കിയ അമൃതപ്രസാദം സുവനീർ ആചാര്യ MR രാജേഷ് ഹൈക്കോടതി ജഡ്ജി P ഗോപിനാഥന് നൽകി പ്രകാശനം ചെയ്തു. സ്നേഹത്തിലൂന്നിയാണ് ഈ ലോകത്തിലെ നിലനിൽപ്പെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം ഭക്തമനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും പകർന്നു. സൃഷ്ടിയുടെ സൗന്ദര്യം നാനത്വത്തിലാണെന്ന് അമ്മ പറഞ്ഞു. പ്രകൃതി മഹാശക്തിയാണ്. രക്ഷിക്കാൻ കഴിവുള്ളവന് ശിക്ഷിക്കാൻ കഴിവുണ്ടെന്നും നമ്മൾ മറക്കരുത്. ഇനി ക്ഷമിച്ചാൽ മക്കൾ നന്നാകില്ല എന്ന് പ്രകൃതി തുടങ്ങിയിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രകൃതി മുന്നിൽ വിനയപൂർവ്വം നമ്മൾ സ്നേഹിക്കാനും ആരാധനിക്കാനും ശ്രമിക്കുക. സനാതനധർമ്മത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, നാനാത്വത്തിൽ ഏകത്വം കാണാനാണ് നമ്മളെ പഠിപ്പിച്ചത്. അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഭക്തിഗാന സ്തുതിയുടെ പ്രവാഹത്തിൽ ഭക്തർ ആനന്ദലഹരിയിലാണ്ടു. തുടർന്ന് അമ്മയ്ക്കായി മക്കളുടെ ഭക്തിനിർഭരമായ ആരതി. 6 വർഷത്തിനു ശേഷം വീണ്ടും കോഴിക്കോടെത്തിയ അമ്മയെ ഒരു നോക്ക് കാണാനും അനുഗ്രഹത്തിനുമായി ആയിരങ്ങളാണ് വെളിമാട് കുന്നിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടെ എത്തുന്ന അവസാന ഭക്തനും ദർശനമേകി അമ്മയുടെ കോഴിക്കോട് സന്ദർശനം നാളെ പൂർത്തിയാകും. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനെത്തിയ ഭക്തർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണമൊരുക്കി സംഘാടകർ. ഭക്തർ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികളാണ് ഭക്ഷണമുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്റെ ആദ്യ നാൾ ചോറും സാമ്പാറും ഓലനുമെല്ലാം അടങ്ങുന്ന ഭക്ഷണമാണ് സംഘാടകർ ഭക്തർക്കായി ഒരുക്കിയത്. കലവറ നിറയ്ക്കലിന് ജനങ്ങൾ സമ്മാനിച്ച പച്ചക്കറിയാണ് സദ്യ ഒരുക്കാൻ ഉപയോഗിച്ചത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഭക്തജനങ്ങളുടെ എല്ലാ വീട്ടിൽ നിന്നും
കലവറ നിറയ്ക്കൽ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെയൊന്നും നമുക്ക് കളക്ഷനായി കിട്ടിയ എല്ലാ പച്ചക്കറി സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ ആശ്രമത്തിൽ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഇവിടെ എല്ലാവരും എല്ലാവരും ഇവിടെ കൂട്ടായ്മ ഒരു പരിശ്രമത്തോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അപൂർവമായ തിരക്കാണ്. ഇന്ന് എന്ത് തിരക്കുണ്ടായാലും ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഭക്ഷണം കഴിക്കാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അന്നശാലയിലേക്ക് എത്തിയത്. അമ്മയെ കണ്ട് മനസ്സും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് വയറും നിറഞ്ഞുവെന്ന് ഭക്തർ പറയുന്നു. മോരുണ്ട്, സാമ്പാർ അടിപൊളിയാണ്. ചോറ്, സാമ്പാർ, അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ്. മോരും കൂടി നല്ല ടേസ്റ്റാണ്. അതന്നെ മോരടക്കമുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം. അമ്മേനെ കണ്ട് മനസ്സ് നിറഞ്ഞു. എല്ലാം സന്തോഷം, വളരെ സന്തോഷം. അമൃത ന്യൂസ്, കോഴിക്കോട്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തൃശ്ശൂരിലെത്തുന്നു. ജൂൺ 3, 4 തീയതികളിൽ തൃശ്ശൂർ അയ്യന്തോളിലുള്ള ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാനാണ് അമ്മ തൃശ്ശൂരിലെത്തുന്നത്. അമ്മയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ശേഷം ജൂൺ 2 വൈകിട്ടോടെ തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാനത്തെത്തുന്ന സദ്ഗുരു മാതാമൃതാനന്ദമയി ദേവിയെ തൃശൂർ പൗരാവലി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് ജൂൺ 3, 4 തീയതികളിൽ രാവിലെ 11 മുതൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാന പരിശീലനം എന്നിവയുണ്ടാകും. അതിനുശേഷം ഭക്തർക്കായുള്ള അമ്മയുടെ ദർശനം ആരംഭിക്കും. അമ്മയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന മാതാ അമൃതാനന്ദമയി മഠം ഇരിങ്ങാലക്കുട മഠാധിപതി ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ പറഞ്ഞു. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. പന്തലിൻ്റെ പണിയൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. ഏകദേശം ഒരു 10,000 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാവുന്ന രീതിയിൽ 50,000 സ്ക്വയർ ഫീറ്റുള്ള പന്തലാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള രഥയാത്ര, അത് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 2019 അമ്മ അവസാനമായി തൃശ്ശൂർ ബ്രഹ്മസ്ഥാന ഉത്സവത്തിന് പങ്കെടുക്കാനായിട്ട് എത്തിയത്. ഈ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മയുടെ വരവിനെ ആവേശപൂർവ്വം, ഭക്തിപൂർവ്വം, പ്രേമപൂർവ്വം കാത്തിരിക്കുകയാണ് അമ്മയുടെ മക്കളെല്ലാവരും. മഹോത്സവത്തോടനുബന്ധിച്ച ബ്രഹ്മസ്ഥാനത്ത് ലളിത സഹസ്രനാമാർച്ചന 2 ദിവസങ്ങളിലായി നടക്കും. രാഹുദോഷ നിവാരണ പൂജ, ശനിദോഷ നിവാരണ പൂജ, ഉദയാസ്തമന പൂജ, മഹാഗണപതി ഹോമം എന്നിങ്ങനെ സവിശേഷമായ പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത അമൃതശ്രീ അംഗങ്ങൾക്കുള്ള സാരികൾ, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈകൾ എന്നിവയുടെ വിതരണവും അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കും. അമൃത ന്യൂസ്, തൃശൂർ. IPL കലാശപ്പോരിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് കിരീടം. ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് സ്വന്തം തട്ടകത്തിൽ തോൽപ്പിച്ചു. 156 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ബാംഗ്ലൂരിന് അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് കരുത്തായത്. കോഹ്ലി 75 റൺസ് നേടി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത ഗുജറാത്ത് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റിനാണ് 155 റൺസ് നേടിയത്. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറാണ് ഗുജറാത്തിൻ്റെ ടോപ്പ് സ്കോറർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.